ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത് ഹണിവെലിൻ്റെ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ഒരു IP ക്യാമറ. ഈ IP ക്യാമറയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു NVR-ഉം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണാൻ വേണ്ടി പോവാണ്. പിന്നെ ഈ പ്രോഡക്ട്സുകളെല്ലാം തന്നെ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തും സെയിൽ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു വിശ്വാസമുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആദ്യമായിട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണ് ഇത് അൺബോക്സ് ചെയ്ത് നോക്കുന്നത്, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മുടെ 20K കിഡ്സ് പറയുന്ന പോലെ 2K കിഡ്സ് പറയുന്ന പോലെ ഗൈസ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ബോറടിക്കാതെ ഒന്ന് കണ്ടു നോക്കുക. കാരണം ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഒരു ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടോന്ന് സൂക്ഷിക്കണം എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോ എങ്ങനെ ചെയ്താലും ഞാൻ എത്രയൊക്കെ 10 മിനിറ്റിലേക്ക് ചുരുക്കാൻ നോക്കിയാലും അതൊരു 15 മിനിറ്റ് ആയി പോകും. അത് ഞാൻ ആ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വാചാലനായി പോകുന്നതാണോ എന്ന് എനിക്കറിയാൻ മേല. മാക്സിമം ഞാൻ വേഗത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ എന്തെങ്കിലും നമ്മുടെ വീഡിയോയെ പറ്റി നിങ്ങൾക്ക് കമൻറ്റ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതായത് ഞാൻ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വായിച്ച് നോക്കിയിട്ട് അതിന് എഗെയിൻസ്റ്റ് പ്രതികരിക്കാം. ഇപ്പോൾ അപ്പർ സൈഡ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്താണെന്നറിയാൻ മേല, എൻ്റെ വീഡിയോയ്ക്ക് മാത്രം കമൻറ്റുകളില്ല. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റുകളൊക്കെ എഴുതി വെക്കുക, ഞാൻ നന്നാവാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഈ IP ക്യാമറയെ പറ്റിയും NVR-നെ പറ്റിയും മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി നോക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ NVR വരുന്നത്. ഇതിൽ ഫാനൊന്നും വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഇവിടെ ഒരു എംബ്ലം പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ലൈറ്റ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇത് ലൈറ്റ് അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഒരു എംബ്ലം മാത്രമാണ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പവറിൻ്റെ ലൈറ്റ് വരുന്നത്, ഹാർഡ് ഡിസ്കിൻ്റെ ലൈറ്റ് വരുന്നത്, അതുപോലെ നെറ്റ്വർക്കിൻ്റെ ലൈറ്റ് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത്. ഇത് ലാൻ പോർട്ടാണ്, RJ45 പോർട്ടാണ്. പിന്നെ 2 USB പോർട്ടുണ്ട്, HDMI പോർട്ടുണ്ട്, VGA പോർട്ടുണ്ട്, അതുപോലെ ഓഡിയോ ഔട്ട്പുട്ട് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നതെങ്കിലും ഇവിടെ ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കൂടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, RST എന്ന് പറഞ്ഞിട്ടൊരു റീസെറ്റ് സ്വിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും NVR-ൻ്റെ പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷേ ഈ ഒരു NVR-നകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പിന്നിട്ട് കുത്തി കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. നമ്മുടെ NVR-നോടൊപ്പം വന്നിരിക്കുന്ന ആക്സസറീസ് ഇതൊക്കെയാണ്. ഒരു 40 വാട്ട്സിൻ്റെ അഡാപ്റ്റർ, അതായത് 12 വോൾട്ട് 3.3 ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഒരു പവർ കോഡ് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ 4 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മൗസും, ഒരു വയേർഡ് മൗസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. സാധാരണ ഇവിടെ കാണുന്ന ഒരു ബ്ലാക്കാണ് വരാറുള്ളത്. പക്ഷേ ഈ ക്യാമറയുടെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ സാധാരണ ഒരു ബ്ലാക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ക്യാമറ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പണ്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാമറ എടുത്ത സമയത്ത് അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് പീസ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനെയാണോ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ബ്ലാക്ക് പീസ് പോയതാണ്, ചിലപ്പോൾ പാക്കിങ്ങിലെ മിസ്റ്റേക്ക് ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെയാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നമ്മുടെ ലാപ്ടോപ്പിൽ കയറിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മോഡൽ നമ്പർ അടിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുമല്ലോ. അപ്പോൾ അതിനകത്ത് പിക്ചറും കാണും, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഹിക്വിഷൻ്റെ ക്യാമറകളൊക്കെ പോലെ, അല്ലെങ്കിൽ CP+ ഒക്കെ ക്യാമറയൊക്കെ പോലെ, ദഹുവ ക്യാമറയൊക്കെ പോലെ തന്നെ അല്ല ഹണിവെലിൻ്റെ ക്യാമറകൾ വരുന്നത്. അവിടെ നമുക്ക് ഓഡിയോ ഉള്ളത്, ഓഡിയോ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നതല്ല, എല്ലാ ഹണിവെലിൻ്റെ ക്യാമറകളാണെങ്കിലും, ഹണിവെൽ ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ക്യാമറകളാണെങ്കിലും അവർക്ക് മൈക്ക് ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറയിലും മൈക്ക് ഇൻബിൽഡ് വരുന്നുണ്ട്. ചെറിയൊരു ഹോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ ലെൻസ്, പിന്നെ 2 ഇൻഫ്രാറെഡ് ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടെററ്റ് ക്യാമറയാണ്, 2 മെഗാ പിക്സൽ ടെററ്റ് ക്യാമറയാണ് ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് 1080p ഫുൾ HD റെസൊല്യൂഷനാണ് തരുന്നത്. നമുക്ക് IH265 എന്ന് പറയുന്ന ഒരു നല്ല ഹയസ്റ്റ് കംപ്രഷൻ ടെക്നോളജിയാണ് ഈ ഹണിവെലിൻ്റെ എല്ലാ സീരീസ് ക്യാമറകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻഫ്രാറെഡ് റേഞ്ച് വരുന്നത് 30 മീറ്റർ ആണ്.
നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ക്യാമറയാണ്. ദേ ഇവിടെ ഞാൻ ആ ക്യാമറ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് ആ ക്യാമറ. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ നമുക്ക് പല രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ. ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ NVRA കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി മൈൽഡ് എന്ന് പറഞ്ഞൊരു മോഡിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് കണ്ടോ, കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടായിരിക്കും എന്തായാലും വ്യൂവിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്രില്യൻസ് എന്നുള്ളൊരു മോഡിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള രീതിയിലേക്കായിരിക്കും പോകുന്നത് കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ പറ്റും. ഇത് കണ്ടോ. ഇപ്പോൾ ഇത് നല്ല കുറച്ചുകൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഇച്ചിരി ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൽ നിന്ന് ഇൻഫ്രാറെഡ് ഓൺ ആകുന്നതുമായിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട്. ആ ലൈറ്റ് അടിക്കുന്നതിൻ്റെ പ്രകാശമൊന്നുമല്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല ക്ലിയർ തന്നെയാണ്. ഇപ്പം ഞാൻ ദേ ആ ഒരു ഏരിയയിൽ അത്ര ലൈറ്റൊന്നുമില്ല കണ്ടോ. അങ്ങോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ ഇൻഡോറാണ് നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡോർ ക്യാമറയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇൻഡോർ വെച്ചത്. ഇപ്പം ഞാൻ ഈ ഒരു ക്യാമറേനെ ഇങ്ങനെ തലകുത്തിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിത് ഫ്ലിപ്പ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ഈ ഒരു ക്യാമറ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്തിട്ട് സെറ്റിങ്സിലേക്ക് പോകാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ കണ്ടോ, ഫ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറ നേരെ തലകുത്തി നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇപ്പം ഞാൻ ക്യാമറേനെ അതിൻ്റെ ഈ ക്യാമറ തലകുത്തി വെക്കാതെ തന്നെ അതിൻ്റെ ഇമേജ് ഞാൻ ഇൻവേർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആ റൂമിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും കണ്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് കാണുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓരോ സെറ്റിങ്സും എന്താണെന്ന് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഈ വ്യൂവേഴ്സിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയായിരിക്കും. പക്ഷേ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഓരോ സെറ്റിങ്സും ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണിത് കോൺഫിഗർ ചെയ്യുന്നതെന്നുള്ള കാര്യം, അതായത് ക്യാമറയും NVRയും കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ ബേസിക് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ മെനു എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മെനുവിലേക്ക് പോകാം. അപ്പോൾ ഇത് കുറച്ച് നല്ല രസകരമായിട്ടുള്ളൊരു ഇൻ്റർഫേസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് കണ്ടോ, നമ്മൾ ഈ എടുക്കണയൊക്കെ സമയത്ത് ഈ ഉബുണ്ടു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 22.04 LTSൽ കാണുന്ന രീതിയിലുള്ളൊരു കളർ സ്കീമാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആ മെനു എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പ്ലേ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ NVRൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ പ്ലേ ബാക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ നമുക്കിവിടെ 5 ക്യാമറകളുടെയും ചാനൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് ക്യാമറയുടെ വീഡിയോ ആണ് കാണേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാമറയുടെ വീഡിയോ പ്ലേ ബാക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറകളെയൊക്കെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് പെൻഡ്രൈവിലോട്ടൊക്കെ ആക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ EW മെയിൻ്റനൻസ്, അതായത് ഇയർലി വാർണിംഗ് സെറ്റിങ്സ് ആണിത്. അതായത് ക്യാമറയുടെ ആ ഒരു മോഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രിഗർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഗതികളാണ്. ഇവിടെ ഒരു വെഹിക്കിൾ, പേഴ്സൺ, അതേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറയൊന്നും അതിന് സ്യൂട്ടബിൾ അല്ല. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കണ്ടോ, VCA എന്നുള്ളൊരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ എഴുതി കാണിക്കണുണ്ടോ, നോ ക്യാമറാസ് ആഡഡ് ടു സപ്പോർട്ട് ഫോർ ദിസ് ഫംഗ്ഷൻ. അതായത് VCA ബേസ്ഡ് ആയിട്ട്, വീഡിയോ കണ്ടന്റ് അനാലിസിസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇയർലി വാർണിംഗ് സെറ്റിങ്സിനകത്ത് നമുക്ക് എന്തെങ്കിലും റെക്കോർഡിങ്സ് ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള ക്യാമറകൾ നമ്മൾ വെക്കണം. ഇനി ക്യാമറാസ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചാനൽസിനകത്തായിരിക്കും നമ്മുടെ ക്യാമറകളൊക്കെ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ക്യാമറകളും, നമ്മൾ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യുന്ന എല്ലാ ക്യാമറകളും ലിസ്റ്റിൽ വന്ന് കിടക്കുന്ന ഇവിടെ ആയിരിക്കും. ഈ താഴെ കാണുന്നതാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ക്യാമറകൾ, നമ്മൾ ഈ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇതിനെ അങ്ങോട്ട് ചുമ്മാ ഡിലീറ്റ് അടിച്ച് കളയുവാണ് കേട്ടോ, ഇത് പോയി. ഓക്കെ. ഇനി ഞാനിവിടെ റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ ക്യാമറ നമുക്കിവിടെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറഞ്ഞാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെയിൻ മെനുവിലേക്ക് നമുക്കിങ്ങനെ റൈറ്റ് ബട്ടൺ അടിച്ച് ചെല്ലാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മെയിൻ മെനു എടുത്തു.
മെയിൻ മെനു എടുക്കുമ്പോൾ ഒരു പ്രത്യേകത നിങ്ങളുണ്ടോ, നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ച് ചെല്ലുന്നുണ്ട്. അത് വളരെ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം വേറെ ഏതെങ്കിലും ബ്രാൻഡ് പ്രോഡക്റ്റിനകത്ത് നമ്മൾ ആ സെറ്റിംഗ്സ് ഒന്ന് കളഞ്ഞിട്ട് പുറകോട്ട് ലൈവ് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. തിരി തിരിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും മെനു എടുത്തിട്ട് അതിൻ്റെ ആ സെറ്റിംഗ്സിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ ഇത് നമ്മൾ എവിടെയാണോ നിർത്തിയത് നിർത്തിയിടത്തേക്ക് തന്നെ നമുക്ക് ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദേ ഇവിടെ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ദേ ഇവിടെ നമ്മുടെ ആ ക്യാമറ കണ്ടോ സെർച്ചിൽ വന്ന് കിടക്കും. അങ്ങനെ നമുക്ക് ആ ക്യാമറയെ താഴേക്ക് വീണ്ടും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ ദേ ഇപ്പോൾ ഇവിടെ മുകളിൽ സെർച്ചിൽ വന്നിട്ടുണ്ട്. ഇനി സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഓൾറെഡി നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്തു വെച്ചേക്കണ കൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഇനി പ്രത്യേകിച്ച് പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും യൂസർ ഐഡി പാസ്വേഡ് കൊടുത്ത് ക്യാമറ സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഒരു അബ്നോർമൽ നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ ക്യാമറ റെക്കോർഡ് ആകുന്നില്ല. ഞാൻ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു ആക്ഷൻ എടുക്കാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ലേറ്റർ എന്ന് കൊടുക്കുവാണ് കേട്ടോ. ഇനി നമ്മുടെ മൊബൈലിൽ കാണുന്ന വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ H265 വീഡിയോ കംപ്രഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ 640x360 ആണ് പിക്സൽ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചില ക്യാമറകളിൽ കുറേ കൂടെ കൂടുതൽ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വരുന്ന എല്ലാ ക്യാമറകളിലും ഇപ്പോൾ ഈ ഹണിവെല്ലിൻ്റെ ആണെങ്കിലും ഹിക്വിഷൻ്റെ ആണെങ്കിലും CP+ൻ്റെ ആണെങ്കിലും 1 MB കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 1 MB ഇല്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം 1 മെഗാ പിക്സൽ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റിയേനെ. ഇനി നമ്മുടെ വീഡിയോ സെറ്റിങ്സിനകത്ത് നമുക്ക് നമ്മുടെ ഇമേജ് സെറ്റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ക്യാമറയുടെ. അപ്പോൾ ഇതിനകത്ത് ഇമേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു സെക്യൂർ ആയിട്ടുള്ളൊരു NVR ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഈ ഹണിവെല്ലിൻ്റെ NVRനെ തോന്നിയിട്ടുള്ളത്. നമുക്കതിലേക്ക് ചില IPകളിൽ നിന്നുള്ള ആക്സസ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ ചിലതിൽ നിന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വൈറ്റ് ലിസ്റ്റിൽ ഇടാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോർട്ട് മാപ്പ് ചെയ്യുന്നത് ഇവിടെയാണ്. വെബ് സർവീസസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. FTP പോർട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാൻ കണ്ടേക്കണൊരു വ്യത്യാസം മറ്റ് NVRൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുതിയ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എങ്ങും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതായത് ന്യൂ യൂസറെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസറായിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ മറ്റ് പല NVRൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ NVRൽ നമ്മൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല. അതാണ് എനിക്ക് ഒരു വ്യത്യാസമായിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ ഫോണിലേക്കൊക്കെ അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് QR കോഡൊക്കെ ദേ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ടോ മൊബൈൽ മോണിറ്ററിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ QR കോഡാണ് നമ്മൾ രണ്ടാമത്തെ ID എന്ന് എഴുതിയേക്കുന്നത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ആപ്പിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു NVRനെയും ക്യാമറകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഹണിവെല്ലിലും ടിയാൻഡിയിലും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 ചാനൽ, 10 ചാനൽ, 20 ചാനൽ, 40 ചാനൽ, 80 ചാനൽ അങ്ങനെയാണ് പോണത്. അതേസമയം മറ്റ് ബ്രാൻഡുകളായിട്ടുള്ള ഹിക്വിഷൻ, നമ്മുടെ CP+, ദഹുവ ഇങ്ങനെയുള്ള ബ്രാൻഡുകളിലെല്ലാം തന്നെ 4 ചാനൽ, 8 ചാനൽ, 16 ചാനൽ, 32 ചാനൽ അങ്ങനെയാണ് ക്യാമറകളുടെ കൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് 5 ചാനലാണ്. 5 ക്യാമറകൾ നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഇത് വളരെ എക്കണോമിക് ആയിട്ടുള്ളൊരു ക്യാമറയാണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ എടുത്തിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ AI ഫംഗ്ഷൻസ് ഒന്നും നോക്കരുത്. AI ഫംഗ്ഷൻസ് ഒന്നും തന്നെ ഞാൻ ഇതിന് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും തന്നെ കിട്ടിയിട്ടില്ല. നമുക്ക് AI ക്യാമറകളെന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ക്യാമറയല്ല ഇത്. ഞാൻ എല്ലാത്തിലും AIനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാറുണ്ടെങ്കിലും ഇവിടെ ഇതിനകത്ത് AI എന്നുള്ളൊരു പരിപാടിയൊന്നും വരുന്നില്ല. ഇതിന് ഹ്യൂമൻ ടാർഗറ്റ് ചെയ്യുന്ന മോഡൽസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറകളാണ്. എന്തായാലും ഇതൊരു എക്കണോമിക് റേഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഉൽപ്പന്നമായിരിക്കും. ഞങ്ങൾ നമ്മുടെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ഫാക്ടറി അമ്പലമോളുള്ള HOCL എന്ന് പറഞ്ഞൊരു ഫാക്ടറിയാണ്. അവിടെ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തതെല്ലാം ഹണിവെല്ലിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഹണിവെല്ലിൻ്റെ മൊത്തം ക്യാമറകൾ NVRുമാണ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. ഇതല്ല ഹണിവെല്ലിൻ്റെ തന്നെ. അപ്പോൾ ആ പ്രോഡക്റ്റുകൾ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ അതൊരു ഫാക്ടറിയിലൊക്കെ ആയതുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഉൽപ്പന്നം അവർക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അതവിടെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഒറിജിനലി ആ ഒരു ഹണിവെൽ അല്ല, ഇത് ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന ഉൽപ്പന്നമാണ്. അതായത് ഹണിവെൽ എന്നുള്ള കമ്പനിയുടെ തന്നെയാണ് പ്രോഡക്റ്റ്. പക്ഷേ അത് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സീരീസ് ഉണ്ടായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം അത്രയും വലിയ ഹയസ്റ്റ് ക്വാളിറ്റി ഇപ്പോൾ നമ്മൾ അവിടെ എടുത്തേക്കുന്ന ക്യാമറകളൊക്കെ ഏതാണ്ട് 17,000 18,000 ഒക്കെ വെച്ചിട്ട് ഒരെണ്ണത്തിന് വില വരുന്നുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ 1/6 പോലും വരുന്നില്ല. അപ്പോൾ എന്തായാലും
തീർച്ചയായിട്ടും ആ വില കുറയുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കംപ്ലയിന്റും ഇതുവരെ വന്നിട്ടില്ല. അരീക്കോടാണ് റീസെന്റ്ലി ഞങ്ങൾ ചെയ്തേക്കണത്. അരീക്കോട് ഒരു സ്കൂളിൽ ഞങ്ങൾ റീസെന്റ്ലി ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റുകൾ തന്നെയാണ് അവിടെ ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു കംപ്ലയിന്റും ഇല്ല. പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 6, 7 മാസമായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം.